ചോദിച്ചപ്പോ പറഞ്ഞ് എന്തോ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു കളഞ്ഞു. ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാവും. കണ്ണാടി നോക്കണം. കണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത്, ബാക്കിയുള്ളവർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്. അതുപോലെ ഈ ഗവൺമെന്റിന്റെ ചില തെറ്റായ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഹവാല, റിവേഴ്സ് ഹവാല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി CPM-കാർ ഇറങ്ങിയിരിക്കുന്നത്. ആണല്ലോ ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം. എന്താ? 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് 2019 ഒരു കരാർ കൊടുത്തു ഒരു കമ്പനിക്ക്, GVK EMRI എന്ന് പറഞ്ഞ കമ്പനി. ടെൻഡർ ഉണ്ടായില്ല, ഒരു സിംഗിൾ ടെൻഡർ ആയില്ല. 517 കോടി രൂപ. ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞപ്പോ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു. ഇപ്പൊ കോമ്പറ്റേറ്റീവ് ടെൻഡറായി. ആ ടെൻഡർ വന്നപ്പോ ഇവരുടെ എമൗണ്ട് 293 കോടി രൂപയുടെ സാധിച്ചു. അതായത് അന്ന് 316 ആംബുലൻസ് ഉണ്ടായല്ലോ, ഇപ്പൊ 335 ആംബുലൻസ് ആയി. ആംബുലൻസ് കൂടി. അന്ന് ഡീസൽ വില 66 രൂപയാണ്, ഇപ്പൊ 97 രൂപയാണ്. അന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിന്റെ വില 40% കുറവാണ്. എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ 517 കോടി ആംബുലൻസ് കൊടുത്തു. അപ്പൊ ഇപ്പൊ കുറവ് എത്രയാ? 224 കോടി കുറവ് കോമ്പറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോ. മനസ്സിലായല്ലോ, അന്ന് ഇതിന്റെ പകുതി പൈസ